ദിനം ബഷീർ മരിച്ചിട്ട് എത്ര വർഷങ്ങളായി? 30 വർഷങ്ങളായി. ഇന്നത്തേക്ക് 30 വർഷമായി വൈക്കം മുഹമ്മദ് ബഷീർ നമ്മളോട് വിട പറഞ്ഞിട്ട്. എന്നിട്ടും എല്ലാ കാലങ്ങളിലും ആ മഹാനെ ഓർക്കുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ബഷീറിന്റെ കഥാപാത്രങ്ങളാണ് ധാരാളം കഥാപാത്രങ്ങളുണ്ട്. അതിൽ രണ്ടുപേര് സാറാമ്മയും കേശവൻ നായരും. സാറാമ്മ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടതാണ്. കേശവൻ നായർ പേരുകൊണ്ട് തന്നെ അറിയാലോ, നായരാണ്. രണ്ടുപേരും തമ്മിൽ കനശനായ പ്രേമമാണ്. രണ്ടുപേർക്കും വിവാഹം കഴിക്കണമെന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നു, സാറാമ്മ ചോദിക്കുന്നു, നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഞാൻ പള്ളിയിൽ പോകുമ്പോൾ, ചർച്ചിൽ പോകുമ്പോൾ, നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ആളുകള് അതിനെക്കുറിച്ച് സംസാരിക്കില്ലേ? ബഷീർ ചിന്തിക്കുന്നു, ഉണ്ടല്ലോ, സംസാരിക്കുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് രജിസ്റ്റർ വിവാഹം കഴിക്കാം. ഓക്കെ, പ്രശ്നം പരിഹരിക്കുന്നു. വീണ്ടും സാറാമ്മ ചോദിക്കുന്നു, നമുക്ക് കല്യാണം നാണത്തോടെയാണ്, എനിക്ക് നാണമുണ്ട് പറയാൻ. എന്നാലും ചോദിക്കട്ടെ? ചോദിച്ചോളൂ, നാണത്തോടു കൂടി തന്നെ സുന്ദരമായി ചോദിച്ചോളൂ. നമുക്ക് കുട്ടികൾ ഉണ്ടാവില്ലേ? ആ, ഉണ്ടാവും. അപ്പോ അവർക്ക് എന്ത് പേരിടും? എന്ത് പേരിടും? ഒരു ഭയങ്കരമായ സംശയമാണ്. നമുക്ക് മുസ്ലിം പേര് വേണ്ട, ഹിന്ദു പേര് വേണ്ട. അങ്ങനെയെങ്കിൽ നമുക്ക് വല്ല ചൈനീസ് പേരോ റഷ്യൻ പേരോ ഇടാം, ജാതി തിരിച്ചറിയാത്ത പേര്. ചൈനീസ് പേരാകുമ്പോ ഡിങ് ഡിങ്കാഹോ എന്നൊക്കെയാ വന്നിരിക്കുന്നത്. സാറാമ്മ വിളിച്ചു നോക്കി, മോനെ ഡിങ് ഡിങ്കാഹോ, കുട്ട ഡിങ് ഡിങ്കാഹോ എന്നൊക്കെ വിളിച്ചപ്പോ സാറാമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഡിങ് ഡിങ്കാഹോ വേണ്ട. അപ്പൊ കേശവൻ നായർ പറഞ്ഞു, എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം, അല്ല ചൈനീസ് പേരിടാം. ചൈനീസ് പേരിടാന്ന് പറഞ്ഞപ്പോ എന്തൊക്കെയാണ്, സ്കി എന്ന് ചേർത്താൽ മതി ലാസ്റ്റ്. അല്ല, റഷ്യൻ പേരിടാം, റഷ്യൻ പേരിടാം, സ്കി എന്ന് ചേർത്താൽ മതി. ചപ്ലാസ്കി, ദസ്തേവ്സ്കി, സ്റ്റെല്ലോസ്കി എന്നൊക്കെയാണ്. സാറമ്മ വിളിച്ചു നോക്കി, മോനെ ചപ്ലാസ്കി ഇങ്ങടാ, കുട്ട ചപ്ലാസ്കി വരൂ എന്നൊക്കെ പറഞ്ഞപ്പോ സാറാമ്മയ്ക്ക് അതും ഇഷ്ടപ്പെട്ടില്ലല്ലോ, വേണ്ട, അങ്ങനെയാണ് ചൈനീസ് പേരുകൾ വേണ്ട. അപ്പോ കേശവൻ നായർ പറയുന്നു, നമുക്ക് ഒരിക്കലും ജാതി ഒട്ടും അറിയാത്ത തരത്തിലുള്ള പേരുകള്, നിലാവെളിച്ചം, ഗദ്യ കവിത, ചെമ്മീൻ കണ്ണ് ഇതൊക്കെയുള്ള പേരുകൾ ഇടാം എന്ന് പറഞ്ഞു. സാറാമ്മ വിളിച്ചു നോക്കിയപ്പോ, എടാ മോനെ ഗദ്യ കവിത, എടാ പിന്നെ ചെമ്മീൻ കണ്ണ് എന്നൊക്കെ വിളിച്ചപ്പോ ഒട്ടും പേരിഷ്ടായില്ല. അപ്പോ കേശവൻ നായർ പറഞ്ഞു, നമുക്ക് കുറെ പേരുകൾ എഴുതിയിട്ട് നറുക്കിടാം. എന്നിട്ട് 2 പേരുകള് ഡബിൾ നെയിം ആണ് ഇപ്പോൾ ഫാഷൻ. അപ്പോ 2 പേരും 2 പേർക്ക് കിട്ടുന്ന നറുക്ക് വെച്ചിട്ട് നമുക്ക് കുട്ടിക്ക് പേരിടാം. ശരി, 2 പേർക്കും സമ്മതമായി. നറുക്കെടുത്തു, ചുരുട്ടിക്കുട്ടി നറുക്കെടുത്തു. സാറാമ്മയ്ക്ക് കിട്ടിയത് മിഠായി എന്ന പേരാണ്. കേശവൻ നായർക്ക് കിട്ടിയത് ആകാശം എന്ന പേരാണ്. 2 പേർക്കും സന്തോഷമായി. ഡബിൾ നെയിം. 2 പേരും സന്തോഷത്തോടെ വിളിച്ചു അല്ലേ? സാറാമ്മ സന്തോഷത്തോടെ വിളിച്ചു, മിഠായി ആകാശം, മോനെ മിഠായി ആകാശം. നല്ല പേര്. അപ്പൊ കേശവൻ നായർ പറഞ്ഞു, അതിലൊരു കുറച്ചൊരു സ്റ്റൈൽ ആക്കണം ഒന്നുകൂടെ. കേശവൻ നായർ വിളിച്ചു, ആകാശ മിഠായി. ഓക്കെ, 2 പേർക്കും ഇഷ്ടമായി ആകാശ മിഠായി. സാറാമ്മയ്ക്കും കേശവൻ നായർക്കും പിറക്കാൻ പോകുന്ന കുഞ്ഞിന് അതിന് പേരിട്ടു ആകാശ മിഠായി. ഇന്ന് ബേപ്പൂരില് ബഷീർ മരിച്ചിട്ട് 30 വർഷം തികയുന്ന ഈ വേളയിൽ ബേപ്പൂരില് ബഷീറിന് ഒരു സ്മാരകം ഒരുങ്ങുന്നു. ആ സ്മാരകത്തിന്റെ പേരാണ് ആകാശ മിഠായി. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന, കേൾക്കുമ്പോൾ തന്നെ മധുരമുള്ള, ആകാശത്തോളം വിശാലമായ മാധുര്യമൂറുന്ന ആകാശ മിഠായി ഇന്ന് ജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു ബേപ്പൂരില്. ബഷീറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപാട് വാടാമരങ്ങൾ അർപ്പിച്ചുകൊണ്ട് യശുവിനെ ക്ഷണിക്കുന്നു. അവർ തന്നെ ബഷീറിന്റെ കഥ കേട്ട് വളരെ രസിച്ചിരിക്കുന്നത് കണ്ടു. ഇന്ന് ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീർ
ഓർമ്മയായിട്ട് 30 വർഷം പിന്നിട്ടു. ആ ഓർമ്മ ദിനമാണ് നമ്മുടെ ബഷീർ ദിനമായി ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആഴ്ചത്തെ അസംബ്ലി ഇന്നത്തെ ഈ ഒരു പ്രത്യേക ദിനത്തേക്ക് മാറ്റിവെച്ചത്. നമുക്കറിയാം, നമ്മൾ ഇപ്പോ ശങ്കരൻ മാഷ് പറഞ്ഞ കഥ തന്നെ വളരെ നർമ്മവും ലാളിത്യവും നിറഞ്ഞ കഥയാണ് അല്ലെ. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ വളരെ ആസ്വദിച്ച് ആ കഥ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളിൽ ആരെങ്കിലും ഒക്കെ വായനക്കാരായിട്ടുണ്ടെങ്കിൽ അതിന് ഏറെ സ്വാധീനിച്ച ഒരു കഥാകാരൻ കൂടിയാണ് ബഷീർ. നമ്മുടെ ഭൂമിയുടെ അവകാശികൾ നമ്മൾ മനുഷ്യർ മാത്രമല്ല, സകല ചരാചരങ്ങളും ആണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭൂമിയുടെ അവകാശികൾ എന്ന കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളേറെ ചിന്തിപ്പിക്കുകയും നർമ്മത്തിലൂടെ ലാളിത്യത്തിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും ചെയ്ത കഥാകാരനാണ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഇതോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിലെ വെഡ്ഡിംഗ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന എഴുത്തിലും വായനയിലും താല്പര്യമുള്ള കുട്ടികൾ പുറത്തിറക്കിയ മുകുളം എന്ന് പറയുന്ന ഒരു പതിപ്പ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയുണ്ടായി. എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. ഇത്തരത്തിലുള്ള മികച്ച പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ബഡ്ഡിംഗ് റൈറ്റേഴ്സിലെ അംഗങ്ങളും ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് മറ്റു കുട്ടികളും ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, നല്ല വായനക്കാരാകണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത്. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ.